പണ്ട് കാലത്തെ തറവാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് കശുമാങ്ങ വീണ് കഴിഞ്ഞാൽ അത് കൂട്ടി വെച്ച് കുറേ ആകുമ്പോൾ അടുപ്പിലിട്ടത് ചുട്ടെടുക്കും. എന്നിട്ട് ആ പരിപ്പ് കൊണ്ട് അണ്ടിപ്പുട്ട് ഉണ്ടാക്കി തരും. അതൊക്കെ ഒരു കാലം അല്ലേ? അപ്പം നമുക്കും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് അരിയെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട് ഇതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ചൂടാറാനായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു കപ്പ് ക്യാഷ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ആദ്യമേ വറുത്ത് വെച്ച കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതും ഇതുപോലെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ നന്നായിട്ട് വറുത്ത് നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് ഓരോ ബാച്ചായിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം, നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം അരി പൊടിച്ചെടുക്കുക, അത് കഴിഞ്ഞ് ക്യാഷ് പൊടിച്ചെടുക്കുക, അത് കഴിഞ്ഞ് ബദാമും ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് ശർക്കര പൊടി ഇട്ടോ അതിട്ട് കൊടുക്കുക. അതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ മിക്സർ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് ഓരോ ഉണ്ടയാക്കിയിട്ട് എടുക്കണം. ഇത് നല്ല ഈസി ആട്ടോ, ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ്. പണ്ട് കഴിച്ച ആ ഓർമ്മയോട് കൂടി തന്നെ നമുക്കിത് കഴിക്കാം. പിന്നെ ഇത് കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയോളം ഒക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.